ഹലോ ഗെയ്സ്, ടി കെ ഡി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്നേരം ഇന്നത്തെ ഞങ്ങളുടെ യാത്രയെന്ന് പറയുന്നത് നമ്മളിന്ന് പോകുന്ന ഒരു ഡാമിലോട്ടാണ് കേട്ടോ. ഡാം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലെ മണിയാർ ഡാം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ഇത് മിക്ക ആൾക്കാരും ചിലപ്പം കേട്ടിട്ടുണ്ടായിരിക്കും, അതുപോലെ തന്നെ വന്നിട്ടുള്ളവരും കാണും, അതുപോലെ തന്നെ വരാത്തവരും കാണും. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. എന്തായാലും നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ എന്തായാലും നമുക്ക് നേരിട്ട് തന്നെ ചെന്ന് കാണാം. അങ്ങനെ വേണ്ട ഞങ്ങൾ കുറേ ദൂരം യാത്ര ചെയ്തിട്ട് വേണ്ട നമ്മൾ മണിയാർ ഡാമിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അങ്ങനെ തന്നെ ഞങ്ങൾ വണ്ടിയൊക്കെ കൊണ്ടുപോയി സൈഡിൽ കൊണ്ടുപോയി നിർത്തി. അതിനുശേഷം നമ്മൾ വേണ്ട ഡാമിൻ്റെ അടുത്തോട്ട് പോവാണ്. അന്നേരം താണ്ട് ഞങ്ങൾ ചെന്ന ടൈമിലാണെങ്കിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അത് മാത്രമല്ല അവിടെ എല്ലാം ഫുള്ള് കാട് പിടിച്ചെടുക്കുകയാണ് കേട്ടോ. കാരണം നമുക്ക് ചെല്ലുമ്പോൾ റെസ്റ്റ് ചെയ്യാനുള്ള റെസ്റ്റ് ഷെൽട്ടറൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും അതൊന്നും എല്ലാം ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ്. അങ്ങനെ നീണ്ട ഞങ്ങൾ ഏകദേശം ഡാമിൻ്റെ അടുത്തെത്തി. അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ നല്ലപോലെ നമുക്ക് ഡാമൊക്കെ കാണാം. എനിക്കൊന്ന് ഡാമിൻ്റെ പണി എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ടെന്ന് കേട്ടോ. കാരണം നമ്മൾ വരുന്ന വഴിക്കെല്ലാം മണ്ണൊക്കെ എടുത്തിട്ടേക്കുന്നത്. അത് മാത്രമല്ല ഡാമിൻ്റെ ഷട്ടറുകളെല്ലാം പൊക്കി വെച്ചേക്കുവാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ പേടിയാവുന്നു കേട്ടോ. കാരണം വെള്ളത്തിൻ്റെ അത്രയും ഫോഴ്സും ആ ഒരു മൊത്തത്തിലുള്ള വെള്ളത്തിൻ്റെ വരവൊക്കെ കാണുമ്പോൾ തന്നെ നല്ലപോലെ എന്താ പറയുന്നത് പേടിയാവുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ആദ്യം പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ ഡാമിൻ്റെ മണ്ടയ്ക്ക് ചെല്ലത്തക്ക രീതിയിലാണ് ഞങ്ങൾ പോകാൻ വേണ്ടി ഉദ്ദേശിച്ചത്. പക്ഷേ ഞങ്ങൾ ആ പോയ വഴി മോശമായിരുന്നു. കാരണം അതുവഴി വണ്ടിയൊന്നും പോകത്തില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം പകുതി വരെ പോയിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങി വരുമായിരുന്നു കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ മണ്ടയ്ക്ക് പോകണം. അതുപോലെ തന്നെ ഇവിടെ തൂക്കുപാലമുണ്ട് കേട്ടോ. നല്ലൊരു തൂക്കുപാലമുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് കാണണം. എന്തായാലും നമുക്കെല്ലാം പതിയെ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. നമുക്ക് ഇന്ന് കുറച്ച് നേരത്തെ ഞങ്ങൾ വന്നത്, അതുകൊണ്ട് ഇഷ്ടംപോലെ സമയമുണ്ട്. നമുക്ക് എന്തായാലും പതിയെ എല്ലാം കാണാം. അന്നേരം തന്നെ നമ്മൾ പറഞ്ഞ തൂക്കുപാലം അതാണ്. അതുവഴി ഒരാൾ നടന്നു പോകുന്നുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. ഇനി നമുക്ക് പോയി തൂക്കുപാലമൊക്കെ കണ്ട് തൂക്കുപാലത്തിലൊക്കെ കയറണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്തായാലും നമുക്ക് ജസ്റ്റ് നോക്കാം എന്തുപോലെ എങ്ങനെ കാര്യങ്ങളെന്നൊക്കെ. അങ്ങനെ തന്നെ നമ്മൾ തൂക്കുപാലത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അന്നേരം ഇനി നമ്മൾ തൂക്കുപാലത്തിലോട്ട് കയറാൻ പോകണം. കയറുമ്പോൾ തന്നെ അവിടെ ബോർഡും കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. കാരണം 2 പേര് കൂടുതൽ തൂക്കുപാലത്തിൽ കയറാൻ അനുമതിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ കുറേ പഴക്കമുള്ള തൂക്കുപാലമാണ്. അതുകൊണ്ട് തന്നെ ഫുള്ള് കംപ്ലൈൻ്റ് ഒക്കെയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഓവർലോഡും കാര്യങ്ങളൊന്നും താങ്ങത്തില്ല. അതുകൊണ്ടാണ് 2 പേര് കൂടുതൽ കയറാൻ പാടില്ലെന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. അതുപോലെ തന്നെ ഈ പാലം പണി കഴിപ്പിച്ചത് 1926 ഏകദേശം ഇപ്പോൾ 100 വർഷം പഴക്കമായിട്ടുണ്ട്. എനിക്കൊന്ന് പിന്നെ അതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്ന്. കാരണം കമ്പിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. കാരണം ഫുള്ള് തുരുമ്പ് പിടിച്ച് കിടക്കുകയാണ്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും 2 പേരിൽ കൂടുതൽ പാലത്തെ കയറലെന്നൊക്കെ പറയുന്നത്. കാരണം അവിടെ അടുത്തുള്ള ആൾക്കാർ നമ്മളോട് പറയും, നമ്മൾ ചെല്ലുമ്പോഴേ പറയും 2 പേരിൽ കൂടുതൽ കയറലെന്നൊക്കെ. കാരണം അവർക്ക് അറിയാമായിരിക്കുമല്ലോ, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർക്ക് ഫുൾ അറിയാം. അങ്ങനെ ഞാനെന്തായാലും പാലത്തെ കയറി. കാരണം വന്നപ്പോൾ തന്നെ എനിക്കൊരു ആഗ്രഹമായിരുന്നു എന്തായാലും പാലത്തെ കയറണം എന്നുള്ളത്. അങ്ങനെ എന്തായാലും കുറച്ച് ദൂരം കയറി കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിൽക്കുമ്പോഴാണ് ഡാമിൻ്റെ മനോഹാരിത നമുക്ക് കൂടുതൽ അറിയാൻ സാധിക്കുന്നത്. കാരണം എങ്ങോട്ട് തിരിഞ്ഞാലും നല്ല ഭംഗിയാണ്. അങ്ങനെ കുറേ നേരം പാലത്തെ കയറി നിന്ന് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് വരണം എന്നുള്ള രീതിയിലൊക്കെ ആലോചിച്ച് കുറേ നേരം നിന്ന്. അതുകൊണ്ട് ഇതാണ് പാലത്തിൻ്റെ എന്തോ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ. അതെന്തോന്ന് എനിക്ക് കറക്റ്റായിട്ട് എനിക്കറിയില്ല. അവിടെ ആ ഒരു വീലും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത്. എനിക്കൊന്ന് എന്തൊക്കെയോ പാലത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് തോന്നുന്നു. അങ്ങനെ എന്തായാലും രണ്ടും കൽപ്പിച്ച് കുറച്ച് ദൂരം അങ്ങോട്ട് പോകാമെന്നുള്ള രീതിയിൽ കുറേ ദൂരം നടന്നു കേട്ടോ. കാരണം പേടിയായിരുന്നു. അങ്ങനെ എന്തായാലും പകുതി ദൂരമൊക്കെ ഞാനൊന്ന് പോയി. അത് കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് പോകുന്നത്. കാരണം നമ്മൾ കയറുമ്പോൾ തന്നെ ഈ പാലം ഭയങ്കരമായിട്ട് കിടന്ന് ആടുവാണ് കേട്ടോ. കാരണം ഒരു പരിധി വരെയൊക്കെ നമുക്ക് പോകാം. പക്ഷേങ്കിൽ എന്താ പറയുന്നത്, താഴോട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ഉള്ള ധൈര്യം കൂടെ നമുക്ക് പോകും. കാരണം ഫുള്ള് വെള്ളമാണ്. അതുപോലെ തന്നെ താഴെ വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നൊന്നും നമുക്ക് അറിയത്തില്ല. അങ്ങനെ തന്നെ ഞങ്ങൾ പേടിച്ചടഞ്ഞ സമയത്താണ് ഒരു ചേട്ടനുണ്ട്, ഒരു പുഷ്പം പോലെ തന്നെ അങ്ങോട്ട് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവരൊക്കെ ഇവിടെ സ്ഥിരമായിട്ട് പോകുന്നവരായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ ഇത്ര ധൈര്യത്തോടെ ഇതുവഴി കയറി പോകുന്നത്. കാരണം ഒരു ഭയമില്ലാതെ കൂളായിട്ടാണ് ചേട്ടൻ പോയത് കേട്ടോ. അങ്ങനെ പുള്ളിക്കാരൻ പോകുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്കും ഒരു ആഗ്രഹം തോന്നി, എന്തായാലും ഞങ്ങൾക്കും അക്കരെ കയറണം എന്നുള്ളത്. അങ്ങനെ ആ ഒരു ആഗ്രഹത്തോട് വൈഫും പറഞ്ഞു എന്തായാലും നമുക്ക് പോയേക്കാം എന്നുള്ളത്. അങ്ങനെ നേണ്ട വൈഫ് മുന്നേ നടന്നു, ഞാൻ നേണ്ട പുറകെ ചെറുക്കെ ഞാനും നടന്നു കേട്ടോ. അങ്ങനെ നേണ്ട ഉള്ള ദൈവങ്ങളെയൊക്കെ വിളിച്ച് നേണ്ട മുന്നോട്ട് യാത്ര ആരംഭിച്ചു. കാരണം അഹങ്കാരം കൊണ്ട് കയറുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിതൊരു തൂക്കുപാലത്തിൽ അങ്ങനെ കയറിയിട്ടില്ല. അത് മാത്രമല്ല, ഇത് നമ്മളെ കയറിയില്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലൊരു കുറ്റബോധമായിരിക്കും. അയ്യോ ഇത്രയും ദൂരം വന്നിട്ട് ഇങ്ങനെ കയറാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ ആ ഒരു അവസരം നമ്മൾ മിസ്സാക്കിയില്ല എന്നൊക്കെ നമുക്ക് മനസ്സിൽ തോന്നും. അങ്ങനെ എന്തായാലും വൈഫ് എന്തായാലും അങ്ങ് അക്കരെ ചെല്ലി. എന്തായാലും ഞാനും പുറകെ ചെറുക്കെ ഞാനും പോവാണ്. കാര്യം പേടിക്കുന്ന ഏറ്റവും കൂടുതൽ പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലം നല്ലപോലെ കിടന്ന് കുലുങ്ങുന്നുണ്ട് കേട്ടോ. കാരണം നമുക്കിപ്പോൾ ഒരു ഓട്ടോമാറ്റിക്കലി മനസ്സിൽ ആർക്കായാലും പേടി വരും. കാരണം നല്ല കുലുങ്ങലാണ് പാലം. അങ്ങനെ എന്തായാലും ഒരു പരുവത്തിനാണ് ഞങ്ങൾ കരയെത്തി. കാരണം ഒരുമാതിരി ധൈര്യം ഇല്ലാത്തതിനെ കൊണ്ട് ഈ പാലത്തെ കയറാൻ വലിയ പാടാണ് കേട്ടോ. കുറച്ചെങ്കിലും ധൈര്യം വേണം. എന്നെപ്പോലുള്ളവർക്കാണ് ഇച്ചിരി വലിയ പാടായിരിക്കും. നമ്മൾ ഈ വീഡിയോക്കകത്ത് കാണുന്നുണ്ടല്ലോ കേട്ടോ. എന്നാൽ അത്യാവശ്യം നല്ല ദൂരമുണ്ട് ഈ പാലത്തിന്. കാരണം നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ നടന്നാലും തീരത്തില്ല, അത്രയ്ക്ക് നല്ല ദൂരമാണ്. എന്തായാലും ഞങ്ങളിപ്പം അക്കരെ എത്തിയതിന് ശേഷം വേണ്ട 1-2 പേരവിടെ ഫോട്ടോഷൂട്ടിനൊക്കെ വന്നിട്ടുണ്ട്. അവർ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ എന്തായാലും ഡാമിൻ്റെ മണ്ടയ്ക്ക് കയറാനൊക്കെ ഞങ്ങളവിടെ പെതുക്കാൻ ഞങ്ങളിങ്ങോട്ട് നടന്നു. കാരണം അതുവഴി വണ്ടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. വണ്ടി ഏതുവഴിയാണ് വരുന്നതെന്ന് എനിക്ക് കറക്റ്റ് എനിക്കറിയില്ല. അങ്ങനെ എന്തായാലും ഞങ്ങൾ വേണ്ട ആ ഡാമിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗത്തെത്തി. അങ്ങനെ വേണ്ട നമ്മൾ വേണ്ട ഡാമിൻ്റെ ടോപ്പ് ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിരിക്കും. ഇതിൻ്റെ ടോപ്പ് വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഡാമിൻ്റെ ഒരു സൈഡിലാണെങ്കിൽ നമുക്ക് നോക്കി കഴിയുമ്പോൾ അധികം വെള്ളം കാണത്തില്ല. കാരണം ഫുള്ള് ഷട്ടറും പൊക്കി വെച്ചേക്ക് വേണ്ട. പക്ഷേ ഇപ്പുറത്തെ സൈഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കിളി പാറിപ്പോകും കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയാനക കാഴ്ചയാണ്. കാരണം വെള്ളം ചെന്ന് വീഴുന്ന ഒരു ഫോഴ്സ്, ആ ഒരു വെള്ളം എല്ലാം കൂടെ പറിച്ച് വരുന്ന കാണുമ്പോൾ തന്നെ നമ്മുടെ ശരീരമൊക്കെ ശരിക്കും പറഞ്ഞാൽ കോരിത്തെരിച്ചു പോകും.
അത്രയ്ക്ക് വലിയ ഡാമല്ല എങ്കിൽ പോലും നമ്മൾ ഈ ഒരു ഡാമിലായിട്ട് തന്നെ ഇത്രയും വെള്ളത്തിൻ്റെ ഫോഴ്സും കാര്യങ്ങളൊക്കെ, അപ്പോൾ ഇതിനേക്കാളും വലിയ ഡാമിൻ്റെയൊക്കെ അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനെ കുറേ നേരം അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരുന്നത്, കാരണം അവിടെ നിൽക്കുമ്പോൾ തന്നെ, ആ ടോപ്പിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അവിടുത്തെ വ്യൂസൊക്കെ നമുക്ക് ഫുള്ള് കാണാൻ സാധിക്കും. നമ്മൾ വന്ന് തൂക്കുപോലൊക്കെ അതുകൊണ്ട് അതാണ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല. അങ്ങനെ നീണ്ട് നമ്മൾ വേണ്ട ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളത്തിൻ്റെ ഒരു ശരിയായിട്ടുള്ള ആ ഒരു നമുക്കിത് ഒറിജിനാലിറ്റി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കുറേ നാളുകൊണ്ട് കേൾക്കുന്നതാണ് മണിയാർ ഡാം എന്നുള്ളത്. പക്ഷേ ഞങ്ങളുടെ നാട്ടിലായിട്ട് പോലും ഇപ്പോഴാണ് അത് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ എന്നിട്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ആ മലയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതൊരു പ്രത്യേക ഭംഗിയാണ്. അതുപോലെ തന്നെ എന്നിട്ട് വണ്ടിയൊക്കെ വരുന്നുണ്ട്. വണ്ടിയൊക്കെ ഏത് റോഡിൽ കൂടെ വരുന്നത് എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ കിട്ടുന്നില്ല. കാരണം ഞങ്ങൾ ആദ്യം വന്നൊരു വഴിയെന്ന് പറഞ്ഞാൽ ഫുള്ള് കട്ടറായിരുന്നു. അതുകൊണ്ട് അതുവഴിയൊന്നും ബൈക്കൊന്നും വരാനൊക്കെ വലിയ പാടാണ്. ഇനി അതുവഴിയാണോ ഇല്ലയെന്ന് അറിയത്തില്ല. അങ്ങനെ തന്നെ നമ്മൾ ഡാമിൻ്റെ ടോപ്പിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മളിനി തിരിച്ചു പോവാണ്. നമ്മളിനി വന്ന പാലത്തെ കൂടെ തന്നെ വേണം വീണ്ടും കയറാൻ. ഉള്ള ദൈവത്തേക്ക് വിളിച്ച് വീണ്ടും കയറുവാണ്. കാരണം നമ്മൾ വന്നതിൻ്റെ അത്രയും പേടിയില്ല. കാരണം ഒരു തവണ കയറിയാണ്ട് ആ ഒരു കുറച്ച് ധൈര്യമൊക്കെ നമുക്കുണ്ട്. എന്തായാലും നമ്മൾ പാലത്തെ കൂടെ കയറി. ഞാനാണ് ഈ പ്രാവശ്യം ആദ്യം കയറുന്നത്. ജീവിതത്തിൽ ഇനി ഈ ഡാം മറന്നാലും ഒരിക്കലും ഈ പാലത്തെ കയറിയ അനുഭവം ഞാൻ മറക്കത്തില്ല. ഒരു കാര്യം നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റി. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ടെക്നോളജി ഇല്ലാത്ത കാലത്ത്, അതായത് 100 വർഷം മുന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായാലും ആരാന്നേലും അത് നമ്മൾ ഒരു അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ. അങ്ങനെ വേണ്ട നമ്മൾ വേണ്ട പാലമൊക്കെ ഏകദേശം ഇറങ്ങാറായി. അങ്ങനെ വേണ്ട നമ്മൾ അപ്പുറത്തെ സൈഡ് നമ്മൾ നോക്കുമ്പോൾ വേണ്ട അവിടെ ഫാക്ടറിയൊക്കെ ഉണ്ട് കേട്ടോ. AVTയുടെ ഫാക്ടറിയൊക്കെയാണ്. അത് എന്തിൻ്റെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അത് മാത്രമേ അവിടെ വേണ്ട കടകളൊക്കെ ഉണ്ട്. നമുക്ക് ചായ കുടിക്കാൻ നല്ല ഫുഡ് കഴിക്കാനൊക്കെ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വേണ്ട തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. നമ്മൾ പോകുന്ന റൂട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ വരുന്നത് റാന്നിയിൽ നിന്നാണ്. അപ്പോൾ റാന്നിയിൽ നിന്ന് നേരെ വടശ്ശേരിക്കരയിൽ നേരെ ചിറ്റാർ റൂട്ട്. അതാണ് നമ്മൾ ഈ മണിയാർ ഡാം അതിൻ്റെ ഇടയ്ക്കാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മളിനി നേരെ പോകുന്നത് നേരെ ചിറ്റാറിലോട്ടാണ്. ചിറ്റാറിൽ നിന്ന് നേരെ തണ്ണിത്തോടിലൂടെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ വേണ്ടി ഡാം കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ പോലീസ് ക്യാമ്പൊക്കെ ഉണ്ട്. വലിയൊരു ക്യാമ്പൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് വരാനെ കൊണ്ടാണെങ്കിൽ തണ്ണിത്തോട് നേരെ ചിറ്റാറിൽ നിന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ട് വരാനെ കൊണ്ട്. പുറത്തുനിന്നൊക്കെ വരുന്നവർക്കാണെങ്കിൽ നേരെ പത്തനംതിട്ട വരാം. പത്തനംതിട്ടയിൽ നിന്ന് റാന്നിക്ക് പോകാം. റാന്നിക്ക് വടശ്ശേരിക്കര, അതുപോലെ തന്നെ അവിടുന്ന് മണിയാർ ഡാം. അതുപോലെ തന്നെ അല്ലാതെ നമുക്ക് കോന്നി വരാം. കോന്നിയിൽ നിന്ന് തണ്ണിത്തോട്, പിന്നെ അവിടുന്ന് ചിറ്റാറ്, പിന്നെ മണിയാർ ഡാം. നമ്മൾ പോകുന്ന വഴിക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ട്. ഇത് നമ്മൾ ഈ കാണുന്നതും ആ ഒരു ഡാമിൻ്റെ ഭാഗമാണ്. കാരണം ഇപ്പം തന്നെ കാണാൻ ഒരു രസമല്ലേ. കാരണം ചെറിയൊരു കുഞ്ഞു മലയും അതിലിങ്ങനെ റൗണ്ടായിട്ട് വരുന്ന ആ ഒരു ആറും ഒരു പ്രത്യേക രസം തന്നെയാണ് നമുക്ക് കാണാനെ കൊണ്ട്. അങ്ങനെ തന്നെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇനിയും വീണ്ടും കാട്ടിലൂടെ തന്നെയാണ് വീണ്ടും യാത്ര. അപ്പോൾ നമ്മൾ ഈ പോകുന്ന കാടിൻ്റെ പ്രത്യേകതയുണ്ട്. പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുൾ ഇൻ്റർലോക്കാണ്. ഈ റോഡെന്ന് പറയുന്നത് തണ്ണിത്തോട് ചിറ്റാർ റോഡാണ്. ഏകദേശം 5 കിലോമീറ്റർ ദൂരമുണ്ട് തണ്ണിത്തോട് ചിറ്റാർ റോഡെന്ന് പറയുന്നത്. അതിൽ ഭൂരിഭാഗം ഇൻ്റർലോക്ക് ഇട്ടേക്കാണ്. നമ്മൾ നോർമലി ചൂട് സമയത്തൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ മഴ സമയത്താണെങ്കിൽ നമുക്ക് ഭയങ്കര ഡേഞ്ചറാണ്. കാരണം പ്രത്യേകിച്ച് ബൈക്കിലൊക്കെ നമ്മൾ ഇതുവഴി യാത്ര ചെയ്യുകയാണെങ്കിൽ ഏത് നിമിഷം നമ്മൾ തെറ്റിയടിച്ച് വീഴാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ നമ്മൾ ഈ വരുന്ന വഴിക്ക് തന്നെ മെയിനായിട്ട് ആന ക്രോസ് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്, ആനത്താര എന്ന് പറഞ്ഞത്. കാരണം മിക്ക ടൈമിലും ആന അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്നത് അതുവഴിയാണ്. നമ്മൾ രാത്രിയിലൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് വന്നില്ലെങ്കിൽ നമുക്ക് 8ൻ്റെ പണി നമുക്ക് കിട്ടും. ഇനി അങ്ങോട്ട് കുറച്ച് ദൂരം ഇതുപോലെ ഇൻ്റർലോക്കിട്ട റോഡിൽ കൂടെ വനത്തിൽ കൂടെ തന്നെ ആയിരിക്കും യാത്ര. അന്നേരം തന്നെ ഞാൻ ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. കാരണം ഞാൻ അവിടെ ചെന്ന് നിന്നപ്പോൾ അവിടെ ഉള്ളൊരു ചേട്ടൻ എന്നോട് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മണിയാർ ഡാമിൽ നിന്ന് പോകുന്ന വെള്ളം നേരെ പോകുന്നത് കുട്ടനാട്ടിലോട്ടാണ്. അപ്പോൾ അവിടുത്തെ കൃഷിക്കും കാര്യങ്ങൾക്കൊക്കെ ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നതാണ് എന്നോട് പറഞ്ഞത്. എനിക്ക് കറക്റ്റ് എനിക്കറിയില്ല. അന്നേരം തന്നെ എൻ്റെ ഈ കൊച്ചു ട്രാവലിംഗ് വീഡിയോ ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.